വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഡെയിലി ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ സ്കൂളുള്ളതുകൊണ്ട് പറ്റൂല. എന്നാലും നോക്കാം പറ്റണമെങ്കിൽ. ഇന്നലെ എപ്പിസോഡ് 1 ഞാൻ വിട്ടിരുന്നു. അത് കണ്ടുകണമെങ്കിൽ അതിന് മുന്നേ ഇത് കാണുന്നതിന് മുന്നേ അത് കണ്ടിട്ട് പോവാം. ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. എന്നാലും ഉണ്ടാക്കാൻ മറന്നുപോയി. ഇന്നലെ തന്നെ അതിൽ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫോണൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോളായി വന്നത് ഒരു വീട് ഉണ്ടാക്കാമെന്നാണ്. ഇത് ലോഡിനാവാൻ കുറച്ച് നേരം എടുക്കും. ഇന്നലെ വെറുതെ ഇത് കൊടുത്ത് എന്താ പറയുക, ടൈം ലാപ്സ് കൊടുത്ത് 2 സെക്കൻഡോടെല്ലാം തീർന്നു. എന്നാലും ഇതിനാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല. സർവൈവർ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ടൈം ലാപ്സ് ആവശ്യമില്ല. അപ്പോൾ വേർഡിലെത്തുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് വേർഡിലെത്തി വീടുണ്ടാക്കാനാണ് നോക്കേണ്ടത്. അതിന് മുന്നേ ഒരു ഷവൽ ഉണ്ടാക്കണം. ഒരു ഷവൽ ഉണ്ടാക്കണം. ആ ഭാഗം ഷവൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഈ സാധനം ഷവൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി ഇത് കാരണം എന്താണെന്ന് അറിയോ? ഇവിടെ ഇങ്ങനെ തട്ടുമ്പോൾ വീടുണ്ടാക്കാൻ കുറച്ച് പണിയാവും. ഇവിടെ ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. പ്ലാൻ ഇത്ര വലിപ്പമാണെങ്കിലും ഉള്ളിൽ കുറച്ച് ഉള്ളിൽ കുറച്ച് നന്നാക്കണം. പ്ലാന് ഇതാണെങ്കിലും നമ്മൾ ഒരിതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരിതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തൊരിതത് നമ്മൾ ചെയ്യാൻ പോണത് ഇത്ര വലിപ്പമല്ല, പോലത്തെ വെടിയില്ല. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഇതിന് പറഞ്ഞതാണ്. എന്തിന് ഇനി മറ്റൊരിത് ഇവിടെ ഒരു 5 ബ്ലോക്ക് 1 2 3 4 5 സോറി 2 ബ്ലോക്ക്. ഇനി കുനിയുക, ക്രൗച്ച് ചെയ്യുക. 1 2 3 4 5 6. ഇനി ഇവിടെ നോട്ടിട്ട് നോക്ക് എടുക്കൂല. ഇതിന് ചാടിയാൽ ഏതായാലും എടുക്കും. ഞാൻ ചാടിയാൻ വിചാരിച്ചിട്ട് ചെയ്യുന്നു. തലേന്ന് പോലെ ഞാൻ മറ്റേ ചാടിയിട്ടാക്കി. ഇത് രസമായിക്കണം. ഇതൊന്ന് പൊളിച്ചെടുക്കാം. എന്തോ ഒരു തെറ്റുള്ള പോലെ. ഇത് പൊളിക്കാം. പോട്ടെ. ഇതൊക്കെ പൊളിച്ചു വെക്കാം. ഫ്രൂട്ട്സൊക്കെ അമൂല്യമാണ്, കളയാൻ പാടില്ല. അപ്പോൾ ഈ ഭാഗം റെഡിയാക്കി ഇവിടുന്ന് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇനിയും കളക്ട് ചെയ്യാനുണ്ടാവും. കാരണം ഇവിടെ മാത്രമല്ല ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇത് അവിടെ താക്കണം പറ്റിയോ? ഇവിടെ 1 2 3 4 5 5
1 2 3 മൂന്നെണ്ണം കഴിക്കും 4 5 5 പിന്നെ ഇവിടുന്ന് വുഡ് അടിയുന്നു. വാഴത്തിന് ഇതടിച്ചിട്ട് എന്നെ അടിക്ക് ഇങ്ങനെ നക്കിയിട്ടാണ്. ഇനി 1 3 ബ്ലോക്ക് ഇനി ഏകദേശം റെഡി ആക്കണം. ഫുഡൊന്നും ചെയ്യാത്തതുകൊണ്ട് വർക്കായി അങ്ങോട്ട് ഇങ്ങനെ കിട്ടണം. ബെഡ് സ്ഥലത്ത് വെക്കാം. ബെഡ് നടുവിൽ തന്നെ വെക്കാം. കാരണം ബെഡാണ് വലുത് മീൻസ് ആ വലുതല്ല, ബെഡാണ് ജീവിതത്തിൽ അത്യാവശ്യം. അത് റെഡിയാക്കാം. ഇതവിടെ ബോട്ടുണ്ട് നമ്മുടെ. ഞാൻ ചേച്ചി ബോട്ട് പോയിക്കോളെ നോക്കാൻ പോയില്ല. ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ടാവും വീഡിയോ. മുകളിൽ ഗ്ലാസ് വെക്കാമെന്ന് വിചാരിക്കണം. മുകളിൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാണ്ട്. അതുകൊണ്ട് മുകളിൽ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ ഗ്ലാസ്സൊക്കെ പോരത്തിന് ഗ്ലാസ്സിന് നമ്മളങ്ങോട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ തന്നെ സാൻഡിലൊക്കെ ഉണ്ട്. എത്ര സാൻഡ് വേണം? 1 2 3 4 5. ഇപ്പോൾ ഇത് 1 2 3 3 5 15 അല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര സാൻഡ്? 15 സാൻഡ് എടുക്കണം. എൻ്റെ മാക്സിൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യും. ഞാൻ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ നല്ല എഡിറ്റ് ചെയ്തിട്ട് വിടാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എഡിറ്റിനായിട്ട് അതില്ല, കോപ്പിറൈറ്റ് അത് 100,000 മൈനസ് ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല വെക്കാൻ. ഫർണസ് ഇങ്ങനെ വേണം, വെട്ടണം, ഇവിടെ വെക്കണം. ടൈൽസ് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് ഉണ്ടാക്കൽ. പക്ഷേ മൈനസാണല്ലോ മൈനസ്. ഈ സമയം കൊണ്ട് വുഡ് പൊളിക്കാൻ പോകും. ഇവിടെ എന്താ പറയുക, ഈ വുഡിൻ്റെ കളർ എങ്ങനെ ഉണ്ട് നോക്കാം. ഈ വുഡ്, പക്ഷേ ഈ വുഡ് കൂടെ കുറവാണ്. അല്ല ഇതന്നെ വെക്കാം, ഇതൊന്നും രസമുണ്ടാവും. ഫുഡിനുള്ള കാര്യത്തിന് ആക്സിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മളൊരു വുഡ് പോയി തട്ടിയാൽ ആ വുഡ് ഇതേപോലെ ആവും. കണ്ടോ? ഇതേപോലെ അങ്ങനെ നെക്കി പിടിച്ച് പൊട്ടിക്കണം. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഇത് കളിച്ചിട്ട് വിടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലാപ്ടോപ്പിലത്തെ റെക്കോർഡറൊക്കെ കുറച്ച് ഇതാണ്, ലാഗിങ്. എന്താ ശബ്ദം കിട്ടിയ? ഫോക്സിൻ്റെ ശബ്ദം. ഞാൻ ചേച്ചി ഇതുവരെ കേൾക്കാത്ത. ഇനി വീട് ഉണ്ടാക്കിയതിന് ശേഷം നിർത്താമെന്ന് വിചാരിക്കും. കാരണം ഇപ്പം തന്നെ 7 മിനിറ്റൊക്കെ ആയി. എന്താണ് ഫോക്സ് എന്തായി? എന്താ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവും. കേൾക്കുമ്പോൾ രാത്രി ആവാൻ ചെറുതായിട്ട് വുഡ് സ്റ്റാക്ക് കണക്കിന് വെട്ടിയാൽ സ്റ്റാക്ക് കണക്കിന് കിട്ടും. ആക്സിന് പെട്ടാനായി. രാത്രി ആവാനായിട്ടാണ്. അപ്പം തന്നെ പോയി അപ്പോൾ സൺറൈസ് ഈ ബീച്ചിൻ്റെ കൂടെ പോന്നിട്ട് സൺറൈസ് കാണാൻ എന്ത് രസമാവടാ. അല്ല സോംബിയാണുള്ളത്. സോംബി എന്നിട്ട് രസമാക്കും.
കുട്ടാ ചാവള ഇത് ഹേർട്ട്. ഇപ്പൊ എന്താ ചാവാത്ത? ഇതിനടിക്കാൻ പോയാൽ ഇന്ന് തീയാക്കും. ഇതെന്താ ഗ്ലാസ്സൊക്കെ കിട്ടി. ഇനിയാ പണി ഗ്ലാസ് അങ്ങ് പോവാതെ തട്ടണം. കറുത്ത ഗ്ലാസ്സുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഐക്യൂവിൻ്റെ ശക്തി. ക്രാഫ്റ്റിംഗ് ടേബിളോടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യാൻ പോണെന്താണെന്നറിയോ? ഇത് സ്മെൽറ്റ് ചെയ്തിട്ട് ആണ് ഇതിലാ തോന്നുന്നത്. ഞാൻ ഇന്നലെ ഒക്കെ പറഞ്ഞിരുന്നു ഇതൊന്ന് സ്മെൽറ്റ് ചെയ്ത് നോക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു റെസിപ്പി ഒന്ന് അടിച്ചു നോക്കാം. എന്താ പറയുക, കോപ്പർ ആർമർ നമുക്ക് ഇതിലാണോ എന്നൊന്നും അറിയില്ല. അപ്ഡേറ്റ് കിട്ടി. കോപ്പർ 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 സ്റ്റെപ്പ് എല്ലതും. അയ്യേ, കോപ്പറിൻ്റെ ആർമർ ഇതിലൊന്നുമില്ല. 22 ഒക്കെ കയറിയിട്ടുണ്ടോ? പോടും വെറുതെ ഫ്യൂല് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ത് റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് റോഡല്ലേ, സോറി, ഒന്നും പറ്റൂല. ഇതൊക്കെ വെറും ചവറ്. നാശയാത്ത സാധനങ്ങളാ. ഇത് കളയുമ്പോ പിന്നും ഇവിടെ സ്റ്റോണൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ അറിയണമെങ്കിൽ പറയട്ടോ. എന്താണെന്നോ എൻ്റെ ചാനലിൽ തീരെ പോപ്പുലർ അല്ല വീഡിയോസ്. പോപ്പുലർ മീൻസ് അങ്ങനത്തതല്ല ഉണ്ട്. ആളുകളൊന്നും കാണണില്ല. എന്താ കുഴപ്പം? ഇന്നലെ എത്രയോ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോണ്ട് അതിൽ എത്രയും വ്യൂസ്? ഒരു വ്യൂസ്. ഒരാളൊരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതൊക്കെ വെക്കാം. എത്ര സപ്പോർട്ട്, എനിക്ക് മാത്രം കാര്യം തരാത്ത. സ്റ്റോൺ വരുന്നു, കൈ വരുന്നു കേട്ടോ. സ്റ്റോണും വരുന്നു. സ്റ്റോൺ മൈനിങ്ങിന് ശേഷം ഗൈസ് അങ്ങനെ പിക്കാക്സും പൊട്ടി. ഇനി മോൾക്ക് കയറി പോവാം. ഇത് കുറച്ച് സ്റ്റാക്കുകൾ കിട്ടിയിരുന്നു കേട്ടോ. ഈ സ്ഥലം പ്രത്യേകിച്ച് മാർക്ക് ചെയ്തൊക്കെ. പിക്കാക്സ് പൊട്ടിക്കണം. ഒരു പിക്കാക്സ് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് ഉണ്ടാക്കാം. കുറച്ചെല്ലാം ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കി ഞാൻ അതാണ് പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെട്ടാക്കാം. എന്നിട്ട് ഇവിടെ
ഇങ്ങനെ ഇങ്ങനെ. ഇവിടെ ഒരു എൻഡ് റോഡ് വെക്കുകയാണെങ്കിൽ ഡിസൈൻ കിട്ടും. ഇവിടെ കല്ല് വെക്കാം. ഡോറ് ഇവിടെ വെക്കണം. അവിടെ വെച്ചാൽ മതി ഡോറ്. സോറി, റോഡ്. എൻ്റെ ഇടയിൽ കുറേ സംസാരങ്ങൾ ഇതൊക്കെ വന്നിട്ട് കുറേ കട്ടൊക്കെ ആക്കണം. കുറേ മീൻസ് അങ്ങനത്തെ കട്ടാക്കലില്ല, പുറത്തുനിന്ന് സംസാരങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഒരാൾ സംസാരിക്കല്ലേന്ന് പറഞ്ഞിട്ട് ഇതാക്കും. ഇനി ഇതിൽ മുകളിൽ 2 ബ്ലോക്ക് കൂടെ വെച്ചാൽ ഡോറ് വെക്കാൻ പറ്റും. അപ്പോൾ ഡോറ് ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കാം. ഏതായാലും ഡോർ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യം നീ ഇപ്പം തന്നെ ഏതായാലും ഉണ്ടാക്കാം. ഇത് നല്ല പ്രൈവസി ആയിട്ടുള്ള ഒരു ഡോറാണ്. ഇതാണ് ഈ ഓട്ടകളൊന്നും ചെയ്യാത്ത ഡോറ്. ഇനി ഇവിടെ അതൊന്ന് ആക്ട് ചെയ്യാം. ഇപ്പോൾ പോയിട്ട് ഇനി ചെയ്യാനുള്ളത് സാൻഡ് എടുക്കൽ. സാൻഡ് ഉണ്ടാക്കണം. ഇതുണ്ടാക്കി വെക്കട്ടോ, കാരണം കുറേ സാൻഡ് പൊളിക്കാനൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കുണ്ട്. പറ്റിയ ഈ സ്ഥലം ഒന്ന് ഇതാക്കി വെക്കാം, സാൻഡ് എത്ര എണ്ണം കിട്ടിയെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ക്ലിയർ ആക്കി വെക്കാം. സാൻഡ് കുറേ അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ ടൈം ലാബ്സ് വെച്ചാൽ പോരെ. ടൈം ലാബ്സ് അപ്പോൾ ഗായ്സ് അങ്ങനെ 64 സ്റ്റാക്ക് എടുത്ത് 64 സ്റ്റാക്കല്ല, സോറി, ഒരു സ്റ്റാക്ക് സാധനമൊക്കെ എടുത്ത് ഇനിയാണ് ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഇല്ലെങ്കിൽ കളി ഇവിടെ എന്തോ പോലെ ഓട്ടം. ഇതിന് വെക്കുന്നത് കയറി വെക്കാം. അല്ല സോറി, കയറി വെക്കാമെന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കാം. ഇതുണ്ടാക്കണം. ചെസ്റ്റിന് ഒന്നുമില്ലേ. ഇനി ചെസ്റ്റ് ഉണ്ടാക്കാം. ഇനി ഇത് നേരെ ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ പോയി ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞിട്ട് ഇവിടെ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാം. ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് സാധനങ്ങൾ. ആവശ്യമാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെ അവിടെ വെച്ച് കൊടുക്കാം. ഇതൊന്നും ആവശ്യമില്ല. ഇതങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് റെഡി. രണ്ടെണ്ണം ബാക്കി ജസ്റ്റിലേക്കാം. ആമാ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടോ. നമുക്കിത് ഇത് വിരിച്ച് പ്ലാങ്ക്സ് ആക്കിയാൽ കൽമാരി വെക്കാൻ പറ്റും. 64 സ്റ്റാക്ക് ആയതുകൊണ്ട്, സോറി 64 ഇതുള്ളതുകൊണ്ട് സാൻഡ് ഒരു സ്റ്റാക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാക്ക് തന്നെ വെക്കാം. ഇനി ഒരു ടൈം ലാപ്സ് കൊണ്ടുപോവുക. ഇത് ഫുള്ളും ആവാനും, ഇത് ഫുള്ളാവണം.
അങ്ങനെ ഫുള്ളും ഗ്ലാസ്സൊക്കെ വെച്ച് റെഡിയാക്കിയാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊന്ന് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കണം. അതിനകത്ത് ഈ കടൽ വെറുതെ ഗ്ലാസ് കളയുന്ന ശാണ് അത് വ്യൂ നോക്കുക. എന്താ ആ പോഷൻ കുടിക്കുമ്പോൾ അവിടെ മൊത്തം ഇത് ഫുള്ളും ഉണ്ട് കേട്ടോ. പടം ഉണ്ടോ അവിടെ? പടക്കണം. നിങ്ങൾ പടക്കളം കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് കയറി ഇപ്പം എല്ലാം റെഡി ആയിട്ടാ. എല്ലതും റെസ്പോൺ പോയിന്റ് സെറ്റ് ആക്കിക്കണോ ഞാൻ? അപ്പോൾ നമുക്കിനി ചെയ്യാമല്ലോ. എന്താ ഇനി നമ്മുടെ അടുത്ത ഗോള്. ഇത് കുറേ നേരം ആയിട്ടുണ്ടാവും. വാച്ചാറ് കിട്ടണമെങ്കിൽ ഇത്ര ചെയ്യണം എന്നാ. ഒരു എൻഡ് റോഡിന് എത്ര നോക്കാം. ഇവിടെ പോലെ എൻഡ് റോഡ് അടിച്ചോ. ഈ എൻഡ് റോഡല്ല, ഫിഷിങ് സാധനം. ഇപ്പോൾ എൻഡ് റോഡ് ഫിഷിംഗ് റോഡ്. 2 സ്ട്രിങ് കാണും. സ്ട്രിങ്ങിന് വേണ്ടി രാത്രി വരെ കാത്തുക്കണം. ഇപ്പം രാത്രി 3 സ്റ്റിക്ക് ഉണ്ടാക്കട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഫിഷിങ്ങിനുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാത്ത നോക്കട്ടെ. ഇത് വെറൈറ്റി അല്ലേ, ഇതും ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഇത് 100 ഉണ്ടാക്കാം. പക്ഷെ ഇത് 3 കിട്ടും. ഇതിവിടെ ഇവിടെ IS King Base. IS King's Base. തിന്നണം. തിന്നേന് നമ്മളെപ്പോഴും ഫുഡല്ലേ. അപ്പം IS King's Base എന്തോ ഒന്നില്ലാതായി പോയല്ലേ. വീട് റെഡി ആയിട്ട് കേട്ടാ. വീടിന് നമുക്ക് ഇത് വെക്കണം, സ്ലാബ് വെച്ചിട്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. വീട് ഒരു ചങ്കല്ല, ഒരു ഇതുണ്ടാവില്ല, ചങ്ക്സ് അങ്ങനത്തെ ഇതില്ലേ. എന്തെല്ലാം സ്ലാബ് എന്നല്ല പറയില്ലേ. യെസ്, നമ്മൾ 30 ഉണ്ടാക്കി. 1 2 3 4 ഇവിടെ ആരെങ്കിലും വരുന്നുണ്ട്. 5 6 7 8 9 10 11 12 15 16 17. ഇത് വെക്കണേന് ഒരു തെറ്റും കൂടെ ഉണ്ട്. സ്റ്റൈലാക്കാൻ പറ്റും, അത് തെറ്റല്ല. തെറ്റെന്ന് പറഞ്ഞാൽ സോംബീസിനൊക്കെ തണലായി നിൽക്കാൻ പറ്റും ഇതിൻ്റെ അടിയിൽ. നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ ഇത് മഴ പെയ്യണ്ട. ഇപ്പം എല്ലാം റെഡി ആക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ബേസ് ഗൈസ്. ഇനി ഒരു എൻഡ് റോഡും കൂടി അല്ല ഉണ്ടാക്കുന്നുണ്ട്. അല്ല, എൻഡ് റോഡല്ല, ഫിഷിംഗ് റോഡ്. സ്ട്രിങ് കിട്ടാനുള്ള വേറെ ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ? വൂളുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. വൂളുകൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. വെറുതെ എന്തെങ്കിലും അടി കൊള്ളണമെന്ന് വിചാരിച്ചിട്ട്. സ്ട്രിങ് അടിക്കാം. സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റൂലേ? ഇതെന്താ ബഗ് റോക്ക് അഡിഷന്? അതുകൊണ്ടാ
അത് ആരുടെ ശബ്ദം? ഞാൻ ഇതൊക്കെ ഇയാളറിയാലോ, കാരണം ശബ്ദമാണ്. രാത്രി സ്പൈഡറിനെ കാത്തുക. ക്രീപ്പറിനൊക്കെ പേടി. ഇത് ട്രേഡർ. അസ്സലാമലൈക്കും. ഇതെന്താ മോബ്സൺ സ്പോണാണ്? അല്ലാ, ക്രീപ്പർ. കുറഞ്ഞു. Allah, you may not rest now. There are monsters nearby. കുടുങ്ങി കിട്ടോ? രാവിലെ നമ്മൾ കൊള്ളാൻ പറ്റും. ഉറങ്ങണക്ക്. ഗായ്സ്, ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് റെക്കോർഡ് ചെയ്യണത് ഓഫാക്കിയിട്ട് അതിന് ശേഷം ഞാൻ ഇതിന് പോയി പുറത്തേക്ക് ഇറങ്ങി. ക്രീപ്പർ പൊട്ടി തെറിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ ക്രീപ്പറിനെ വലിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വാട്ടറിൽ നിന്ന് പൊട്ടിച്ച്. പിന്നെ ഫുഡ് പലതും റെഡിയാക്കി. സ്കെൽട്ടനൊക്കെ നല്ല പണി. സ്കെൽട്ടനെ കൊന്നതിന് ശേഷം ഞാൻ സ്പൈഡറിനെ കുറേ കണ്ടുപിടിച്ച്. സ്പൈഡറിനെ കുറേ ഒന്നിനെ കൊന്നപ്പോൾ കിട്ടി, രണ്ടെണ്ണത്തിനും കൊന്നപ്പോൾ കിട്ടി, മൂന്നാമത്തേനെ കൊന്നപ്പോൾ സ്ട്രിങ് കിട്ടിയില്ല, നാലാമത്തേനെ കൊന്നപ്പോഴാണ് കിട്ടിയത്. പിന്നെ സോംബീസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞാൻ വേഗം ഉള്ളിൽ കയറിയപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന്. അതായിരുന്നു നടന്നിരുന്നു ഓഫ്ലൈൻ ആയപ്പോൾ. എല്ലാ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നാളെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് വില്ലേജിന് ലൂട്ടുകളൊക്കെ കൊടുക്കണം. അതാണ് അടുത്ത എപ്പിസോഡിൻ്റെത്. അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് ഞാൻ റെഡിയാക്കാം. പക്ഷേ ഇതൊക്കെ എഡിറ്റ് ചെയ്യൽ കുറച്ച് ദിവസമല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടാവും ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ.